ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായ ഘട്ടത്തിലും രാജ്യത്ത് ഇന്ധനവില നിയന്ത്രിച്ചു നിർത്താൻ സാധിച്ചതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ കൃത്യമായ ഇടവേളകളിൽ എക്സൈസ് ഡ്യൂട്ടി വെട്ടിക്കുറച്ചതാണ് സാധാരണക്കാർക്ക് ആശ്വാസമായതെന്നും വരും ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഇന്ധന നിരക്കുകൾ ഇനിയും കുറയാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഉത്തർപ്രദേശിലെ സോൻഭദ്രയിൽ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു കേന്ദ്രമന്ത്രി ഈ പരാമർശം നടത്തിയത്. ആഗോള ക്രൂഡ് ഓയിൽ വിപണിയിലെ കടുത്ത പ്രതിസന്ധികൾക്കിടയിലും പൗരന്മാർക്ക് ഇന്ധന വിലക്കയറ്റത്തിന്റെ യഥാർത്ഥ ആഘാതം അനുഭവപ്പെടാത്ത രീതിയിലാണ് സർക്കാർ നയങ്ങൾ രൂപീകരിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലുകളാണ് ഇന്ധനവില വലിയ തോതിൽ വർദ്ധിക്കുന്നത് തടഞ്ഞതെന്നും അദ്ദേഹം പറയുന്നു. 2021 നവംബറിലും 2022 മെയിലും കേന്ദ്ര സർക്കാർ ഇന്ധനങ്ങളുടെ എക്സൈസ് ഡ്യൂട്ടി ഘട്ടം ഘട്ടമായി കുറച്ചിരുന്നു. ഇതുവഴി പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ ലിറ്ററിന് 10 രൂപയോളം വരുന്ന വലിയ സാമ്പത്തിക ബാധ്യതയാണ് പൊതുജനങ്ങൾക്ക് ഭാരമാകാത്ത രീതിയിൽ കേന്ദ്ര സർക്കാർ സ്വന്തം നിലയിൽ ഏറ്റെടുത്തത്. മിഡിൽ ഈസ്റ്റ് സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ പല രാജ്യങ്ങളിലും ഇന്ധനവില വർദ്ധിച്ചിരുന്നു. ഇന്ത്യയിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വില വർദ്ധിച്ചില്ലെങ്കിലും മെയ് മാസത്തിൽ 4 തവണയായി 8 രൂപയോളമാണ് പെട്രോളിനും ഡീസലിനും കൂടിയത്. എന്നാൽ ഇത് യഥാർത്ഥ വില വർധനവല്ല എന്നാണ് പുരി പറയുന്നത്. റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ച 2022 പ്രത്യേക സാഹചര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ നിരക്കുകളെ ഒത്തുനോക്കിയാൽ പെട്രോൾ ഡീസൽ വിലയിൽ യഥാർത്ഥത്തിൽ വർധനവ് ഉണ്ടായിട്ടില്ല എന്ന് പറയാം. കൂടാതെ ആഗോളതലത്തിൽ സങ്കീർണമായ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ നിലനിന്നിട്ടും ഇന്ത്യയിലെ ഇന്ധനവില സ്ഥിരതയോടെ നിലനിർത്താൻ കഴിഞ്ഞത് മികച്ച ആസൂത്രണത്തിന്റെ ഫലമായാണ് അദ്ദേഹം കാണുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായ 193 രാജ്യങ്ങളിൽ വളരെ കുറഞ്ഞ തോതിൽ മാത്രം ഇന്ധനവില വർധനവ് രേഖപ്പെടുത്തിയ രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഈ പട്ടികയിൽ ജപ്പാൻ മാത്രമാണ് ഇന്ത്യയേക്കാൾ കുറഞ്ഞ വർധനവോടെ 1ാം സ്ഥാനത്തുള്ളത്. ലോകമെമ്പാടും പണപ്പെരുപ്പവും ഊർജ്ജ പ്രതിസന്ധിയും രൂക്ഷമായപ്പോഴും രാജ്യത്തെ സാധാരണക്കാരുടെ പോക്കറ്റ് ചോരാതെ കാക്കാൻ ഈ നയങ്ങൾക്ക് കഴിഞ്ഞുവെന്നാണ് മന്ത്രി അവകാശപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഹോർമുസ് കടലിടുക്കിലുണ്ടായ വൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിതരണ ശൃംഖല തടസ്സപ്പെട്ടിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് പ്രതിദിനം ഏകദേശം 1000 കോടി രൂപയുടെ ഭീമമായ നഷ്ടമാണ് നേരിടേണ്ടി വന്നത്. എന്നാൽ ഈ കനത്ത സാമ്പത്തിക ബാധ്യത ഒട്ടും തന്നെ ഉപഭോക്താക്കളിലേക്ക് കൈമാറാതെ സർക്കാർ സംരക്ഷണം നൽകുകയായിരുന്നുവെന്ന് സർക്കാർ പറയുകയാണ്. രാജ്യത്ത് ഇന്ധനവില ഇനിയും കുറയാൻ സാധ്യതയുണ്ടെന്ന സൂചന കേന്ദ്രമന്ത്രി പങ്കുവച്ചിരിക്കുകയാണ്. എണ്ണ കമ്പനികൾ മുമ്പ് ഉയർന്ന വിലയ്ക്ക് വാങ്ങിയ എണ്ണയുടെ മുൻകൂർ ശേഖരം നിലവിൽ കൈവശം വച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ഇപ്പോൾ ലഭ്യമായ കുറഞ്ഞ നിരക്കിലുള്ള പുതിയ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ഈ എണ്ണ ശുദ്ധീകരണശാലകളിൽ എത്തുന്നതോടെ രാജ്യത്തെ പൊതുവിപണിയിലും അതിന്റെ പ്രതിഫലനമുണ്ടാകും. ഇതോടെ വരും മാസങ്ങളിൽ പെട്രോൾ ഡീസൽ നിരക്കുകളിൽ വീണ്ടും ഇളവ് ലഭിച്ചേക്കാനാണ് സാധ്യത കൂടുതൽ.